ഏതാനും ദിവസങ്ങളുടെ അകലത്തിന് ശേഷം വീണ്ടും ഇന്ത്യൻ എക്സ്ക്ലൂസീവ് പ്രവാസി പോയിന്റ് നിങ്ങളിലേക്ക് വരികയാണ്. ഇതുവരെ ഞങ്ങൾ ചെയ്തിരുന്നത് പോലെ പരമാവധി വീഡിയോകൾ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നതാണ്. ഓരോ ഞങ്ങളുടെ വീഡിയോകളും നിങ്ങൾക്ക് ഉത്തേജനം നൽകുന്നതായിരിക്കട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും വീണ്ടും വീണ്ടും ഞാൻ താഴ്മയോടെ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് തന്നിരുന്ന അതേ പ്രോത്സാഹനങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് തരണമെന്നും അപേക്ഷിക്കുന്നു. നമുക്ക് ചുറ്റും പലതും നടക്കുമ്പോൾ നാം കാഴ്ചക്കാരായി നോക്കി നിൽക്കാറുണ്ട്. ഒരുപക്ഷെ ആ കാഴ്ചകൾ കാണുമ്പോൾ നമ്മളിൽ പല വികാരങ്ങളാണ് ഉടലെടുക്കാറുള്ളത്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ മാത്രമാണ് നാം ആ വികാരം എത്ര കടുപ്പമാണെന്ന് മനസ്സിലാക്കുന്നത്. അമ്മ എന്ന വാക്ക് നമുക്കേവർക്കും പൂർണ്ണമായി നിർവചിക്കുവാൻ കഴിയില്ലാത്ത ഒരു പ്രതിഭാസമാണ്. ഇന്നത്തെ ഈ അമ്മ എന്ന വീഡിയോയിൽ ഞങ്ങൾ ശ്രമിക്കുന്നത് അമ്മയെക്കുറിച്ചാണ്. നമുക്ക് ഏതാനും സുഹൃത്തുക്കളുടെ അമ്മയെക്കുറിച്ചുള്ള അവരുടെ ഓർമ്മകളും അവരുടെ ഒരു കവിതയും കേട്ടുകൊണ്ട് നമുക്കിന്നത്തെ ഈ പരിപാടികൾ തുടങ്ങാം. മണ്ണിനോ മഹത്വം, വിണ്ണിനോ മഹത്വം, വിണ്ണിലുയർന്നു പറക്കുന്ന പറവകൾക്കോ മഹത്വം, ജന്മദാതാവേകിയ നിശ്വാസച്ചൂടിലുണർന്ന ഉണ്ണിപ്പൂ തൊട്ടിലല്ലോ എനിക്ക് മഹത്തരം. ഓരും ഉയിരും കനവും കഥനവും കരുതലും പിറന്നൊരിടമല്ലോ എന്നും മഹത്തരം. ആയിരം പര്യായമുദിക്കുമാ പൊൻപദം ഒന്നു മാത്രമല്ലോ. അദൃശ്യമാ ശക്തിക്കു മുകളിൽ ദൃശ്യമാമൊരേ ഒരു വചനം, അതല്ലോ നമുക്കമ്മ, അതല്ലോ നമുക്കമ്മ. അമ്മ അമ്മ അമ്മ. ആയിരം പര്യായമുദിക്കുമാ പൊൻപദം അമ്മയെന്ന നാമം മാത്രം. അമ്മേ അമ്മേ അമ്മേ. ഇപ്പോൾ നമ്മുടെ അമ്മച്ചിമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ അമ്മച്ചീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വലിയ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ ഓർമ്മയിലില്ല. എന്നിരുന്നാലും എൻ്റെ അമ്മ ഒരു സഹനത്തിൻ്റെ മൂർത്തിഭാവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ അമ്മച്ചിയെ ഒത്തിരി ഉപദ്രവിക്കും, ഞങ്ങളെയും അതുപോലെ ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ ഞങ്ങളെ പ്രതി, ഞങ്ങൾ 4 മക്കളാണ്, പിന്നെ ഒരു ആങ്ങളക്കുട്ടി, അങ്ങനെ 5 പേരാണ്. അപ്പം ഞങ്ങളെ പ്രതി ഞങ്ങളുടെ അമ്മ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. അപ്പം സഹനത്തിൻ്റെ മൂർത്തിഭാവമാണ് എൻ്റെ അമ്മ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു സാഹചര്യത്തിനെയും തരണം ചെയ്ത് ഇന്ന് ഇവിടെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അമ്മയെ കണ്ടുപഠിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനായിട്ട് ഞങ്ങളുടെ അമ്മ ഒരു പ്രചോദനമാണ്. നമ്മൾ ആഗ്രഹിക്കും കൊച്ചുനാളിൽ അമ്മ ഒന്ന് കെട്ടിപ്പിടിച്ച് നമ്മളെ ഉമ്മ വെച്ചിരുന്നെങ്കിൽ, അമ്മയുടെ ഒരു തലോടൽ,
അങ്ങനെ ഒന്ന് കിട്ടാനായിട്ട് നമ്മൾ കള്ളത്തരത്തിൽ ഈ പനിയൊക്കെ അഭിനയിച്ച് കിടക്കും. പക്ഷേ അമ്മ വന്ന് നമ്മളങ്ങനെ വലിയ കെയറിങ് ഒന്നുമില്ല. എന്തെങ്കിലും കട്ടൻ ചായയോ അല്ലെങ്കിൽ അങ്ങനെ ചുക്ക് ചായയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് തന്ന് നമ്മളെ ആ ഒരു കെയറിങ് അല്ലാതെ നമ്മളൊരു ഉമ്മ കിട്ടുക അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടിച്ച് നമ്മൾ നാലിങ്ങനെ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും അമ്മ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അമ്മയുടെ ഉള്ളിലുള്ളൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ആ ഒരു പ്രാർത്ഥനയാണ് ഞങ്ങൾ ഇന്ന് എല്ലാവരെയും നല്ല രീതിയിൽ എത്തിച്ചതും എല്ലാ സഹനങ്ങളും തരണം ചെയ്ത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും തരണം ചെയ്ത് ജീവിച്ച് പോകാനുള്ളൊരു ആർജവം ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അമ്മയിൽ നിന്നാണ്. എന്താ പറയുക, നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതെങ്ങനെയൊക്കെ നമ്മളിൽ നിന്ന് തരണം ചെയ്യണം, അതെൻ്റെ അമ്മ ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സഹനത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തിഭാവമാണ് എൻ്റെ അമ്മ എന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മ ഏറ്റവും വലിയ റോൾ മോഡലാണ്. താങ്ക് യു. ഒരു വ്യക്തിയുടെ വിശേഷങ്ങളിൽ ഉന്നത പരിവേഷമാണ് അമ്മയെന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ വികാരമാണ്. ഞാൻ ഇതുവരെയും പഠിച്ചതിൽ ഏറ്റവും അർത്ഥം മനസ്സിലായ ഒരു വാക്ക് അമ്മ എന്ന പദത്തിനാണ്. എൻ്റെ ജീവിതത്തിൽ നിങ്ങളെപ്പോലെ തന്നെ എന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തിയും എൻ്റെ അമ്മ തന്നെയായിരുന്നു. അമ്മയുടെ വാക്കുകൾ നന്മയുടെ വാക്കുകളാണ്. അമ്മ തന്നെയാണ് എപ്പോഴും നമുക്ക് സത്യം. അമ്മ കഠിനാധ്വാനം മാത്രമല്ല, ജോലിയിൽ വളരെ അർപ്പണബോധമുള്ളവളാണ്. അതിരാവിലെ സൂര്യൻ ഉദിക്കും മുമ്പേ അമ്മ എഴുന്നേറ്റ് ദൈനംദിന പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അങ്ങനെ നോക്കിയാൽ എൻ്റെ അമ്മയാണ് എനിക്ക് എല്ലാം. അമ്മ കാരണം മാത്രമാണ് എനിക്ക് സുന്ദരമായ ലോകം കാണാൻ കഴിഞ്ഞത്. അമ്മ എന്നെ വളരെ കരുതലോടെയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വളർത്തി. എൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും വിശ്വസനീയമായ സുഹൃത്ത് അമ്മയാണ്. അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം പോലെ അത്ഭുതകരമായി ഈ ലോകത്തിൽ മറ്റൊന്നില്ല എന്നതിലാണ് എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നത്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്നേഹപൂർവ്വം അമ്മച്ചി എന്ന് വിളിക്കുന്നു. ആ അമ്മച്ചി എന്ന് പറയുന്നത് നമ്മൾ ബൈബിളിൽ പറയുന്ന മാതിരി 5 അപ്പം കൊണ്ട് 5000 പേർക്ക് വിളമ്പുന്ന, ഉരിയരി കൊണ്ട് 10-15 പേർക്ക് ഭക്ഷണം വിളമ്പുന്ന, ആര് വന്നു കഴിഞ്ഞാലും സ്നേഹപൂർവ്വം അവരെ സ്വീകരിച്ച് അന്നത്തെ കാലത്തെ ഇല്ലായ്മകളിൽ നിന്ന് അവരെ ആര് വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും അവർക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന ഒരു മഹാനിധിയായ എൻ്റെ അമ്മ. ഞങ്ങൾ 4 സഹോദരങ്ങൾ. ആ 4 സഹോദരങ്ങളെ ഒരേ ചരടിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് അന്നത്തെ കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും കൈപിടിച്ച ആ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയെക്കുറിച്ച് പറയാൻ 100,000 വാക്കുകൾ വേണം, പറഞ്ഞാൽ തീരില്ല. എൻ്റെ അമ്മ എനിക്ക് ഒരു പ്രാണനെ പോലെയാണ്. എനിക്ക് മരണം കാണാതെ പോയ ദുഃഖത്തിൽ ഞാനിപ്പോഴും അമ്മയെ ഓർക്കുന്നു. എല്ലാ ദിവസവും അമ്മയെ ഓർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ആയിരിക്കുമ്പോഴാണ് അമ്മ മരണപ്പെട്ടത്. അമ്മ എന്നെ ചെറുപ്പകാലത്ത് എന്നെ സ്നേഹിച്ച ആ സ്നേഹവും ലാളനയും ആ മരണസമയങ്ങളിൽ ഞാൻ ഓർത്ത് അന്നത്തെ ദിവസം ഞാൻ കരയുകയുണ്ടായി. ചിലപ്പോഴൊക്കെ എനിക്ക് ആ ഓർമ്മ വരുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട്. എങ്ങനെ അമ്മ എന്ന വാക്കിന് ഞാൻ അതിന് തുല്യത കൊടുക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പറയാനാവില്ല. മറ്റാർക്കും ഒരു തുല്യത എനിക്ക് കൊടുക്കാൻ കഴിയില്ല ആ അമ്മയെക്കുറിച്ച്. അത്രമാത്രം സ്നേഹം തന്ന അമ്മയുടെ മരണസമയത്ത് ഞാനില്ലാതെ പോയ ദുഃഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തളം കെട്ടി കിടക്കുകയാണ്. അമ്മയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറയുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അമ്മമാരെക്കുറിച്ച് എല്ലാവർക്കും വാദോരാതെ പറയാനുണ്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയുമായിട്ടുള്ള ജീവിതം കുറച്ച് കാലങ്ങളെ ആ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എൻ്റെ 14-ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയതാണ്. ആ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഉള്ള ഓർമ്മകൾ എനിക്ക് എൻ്റെ അമ്മയായിട്ടുള്ളൂ. പക്ഷേങ്കിൽ എന്നും അമ്മയുടെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കാറുണ്ട്, അന്നും ഇന്നും. അതൊരു വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു കുറേ നാളുകൾക്ക്.
കാരണം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ആ അമ്മയുടെ സാമീപ്യം എന്ന് പറയുന്നത്. അമ്മയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒത്തിരി മിസ്സിങ് ആയിരുന്നു. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, അമ്മയുണ്ടായിരുന്നെങ്കിൽ, ഈ സമയത്ത് അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമായിരുന്നു. എന്തായാലും എൻ്റെ അമ്മയുടെ മരണശേഷം എനിക്ക് അമ്മയ്ക്ക് പകരമായി എനിക്ക് കിട്ടിയതും ഒരമ്മയായിരുന്നു. അതെൻ്റെ പപ്പായുടെ അമ്മയായിരുന്നു. അങ്ങനെ രണ്ടമ്മമാരുടെ സ്നേഹവും തലോടലും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമ്മളുടെ അമ്മമാരുണ്ടായിരുന്നെങ്കിൽ എന്ന്. അതൊരു അത്യാഗ്രഹമാണ്, എന്നിരുന്നാലും ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഈ രണ്ടമ്മമാരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമർപ്പിച്ചുകൊണ്ട് എല്ലാ അമ്മമാരെയും ഓർത്തുകൊണ്ടും ഒരു അമ്മയെ നാം നിർവചിക്കുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിർവചനം, എ മദർ ഈസ് യുവർ ഫ്രണ്ട്, യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫോർ എവർ ഫ്രണ്ട്. നമ്മുടെ അമ്മ നമ്മുടെ ആദ്യത്തെ സുഹൃത്താണ്, നമ്മൾക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിയാണ്. മാധുര്യമേകുന്ന ഓർമ്മകൾ മാത്രം നാം കേട്ടിട്ടുള്ളൂ. അമ്മയില്ലാത്തവർക്കും അമ്മയുള്ളവർക്കും അമ്മ ഒരു കലവറ മാത്രമാണ്. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളുടെ പ്രധാനമന്ത്രി പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ്: യൗവനത്തിന് മുന്നേ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഹീറോ ബെൻ എന്ന തൻ്റെ അമ്മ കൊടിയ ദാരിദ്ര്യത്തിലും മക്കളെ വളർത്തിയത് വലിയ പോരാട്ടമായിരുന്നുവെന്ന്, അമ്മയ്ക്ക് കുട്ടിക്കാലം അധികമുണ്ടായിരുന്നില്ല എന്ന് നരേന്ദ്രമോദി വിവരിക്കുകയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ മൂലം പ്രായത്തിനപ്പുറം വളരാൻ നിർബന്ധിതയായ ചെറിയ പ്രായത്തിൽ സ്വന്തം അമ്മയെ നഷ്ടമായി. കുടുംബം പോറ്റാൻ വീടുകളിൽ പാത്രം കഴുകാൻ പോകാറുണ്ടായിരുന്നു. മേൽക്കൂര ചോരുന്ന വീട്ടിലാണ് അമ്മ ഞങ്ങളെ വളർത്തിയത്. ഞാൻ ഇത്ര വലുതായിട്ടും വീട്ടിൽ ചെന്നാൽ മധുരപലഹാരമുണ്ടാക്കി കഴിപ്പിച്ച ശേഷം തുവാലിയെടുത്ത് മുഖം തുടച്ചു തരുമെന്ന് അദ്ദേഹത്തിൻ്റെ വിവരണത്തിൽ വ്യക്തമാക്കി. ഏകദേശം 100ാമത്തെ വയസ്സിലാണ് ഈ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയത്. അമ്മമാർ മനുഷ്യരാശിയുടെ അടിസ്ഥാന ചുമതലകൾ കുടുംബത്തോട് ബന്ധപ്പെട്ടവയാണ്. അമ്മ ഓരോ കുഞ്ഞിൻ്റെയും ആരോഗ്യം, വിദ്യാഭ്യാസം, ബുദ്ധി, വ്യക്തിത്വം, സ്വഭാവം, വൈകാരിക സ്ഥിരത എന്നിവയുടെ പ്രഥമ സംരക്ഷകയാണ്. അമ്മയുടെ ഒട്ടനവധി ധർമ്മങ്ങളിൽ ഒന്നാണ് സ്വന്തം മക്കൾക്ക് ഒരു അധ്യാപികയായിരിക്കുക എന്നത്. ഒരു കുഞ്ഞ് തൻ്റെ ആദ്യ വാക്കുകളും സംസാര രീതിയും സാധാരണമായി അമ്മയിൽ നിന്നാണ് പഠിക്കുന്നത്. അതിനാൽ ഒരുവൻ്റെ ആദ്യ ഭാഷ പലപ്പോഴും മാതൃഭാഷ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഓരോ ദിവസവും ഒരു പിതാവ് കുഞ്ഞുങ്ങളോടൊത്ത് ചെലവിടുന്നതിനേക്കാൾ കൂടുതൽ സമയം സാധാരണഗതിയിൽ അമ്മ തന്നെ കുഞ്ഞുങ്ങളോടൊത്ത് ചെലവിടുന്നു. ഇന്നത്തെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രധാനമായും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മ, അമ്മ മക്കൾക്ക് വേണ്ടി കുടുംബത്തിൻ്റെ സാധാരണ ആവശ്യങ്ങൾ നിറവേറ്റാനായി ഒരു എസ്റ്റേറ്റിൽ പണിക്ക് പോയതാണ്. അമ്മയ്ക്ക് സാധാരണമായി പണിക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം സാമാന്യ മലബാറിൽ നിന്നുള്ള ഒരുവിധം ആളുകൾക്കറിയാം, അന്നത്തെ കാർഷിക കുടുംബങ്ങളിൽ മിക്കവാറും അവരുടെ പറമ്പുകളിൽ തന്നെ അവർക്ക് ജീവിക്കുവാനുള്ള ആവശ്യങ്ങൾ ഉള്ള സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു എസ്റ്റേറ്റിൽ ജോലിക്ക് പോയ അമ്മയുടെ കാര്യം ഞാൻ ഓർക്കുമ്പോൾ ഒരു വലിയ മല കയറി ഏകദേശം 5 കിലോമീറ്റർ നടക്കണം. ഇന്നത്തെ പോലെയുള്ള നല്ല റോഡുകൾ അന്നില്ലായിരുന്നു. കാട്ടിലൂടെയുള്ള ഇടുങ്ങിയ വഴികൾ. ജീവിത സാഹചര്യങ്ങളുടെ ഞെരുക്കം അമ്മയെ അത് ചെയ്യുവാൻ പ്രേരിപ്പിച്ചു. രാവിലെ മുതൽ റബ്ബർ തോട്ടത്തിൽ കാട് വെട്ടിയാൽ ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് 2.5 രൂപയാണ്. 2.5 ഇന്ത്യൻ രൂപ. ഏകദേശം 1977-78 കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാഴ്ചത്തെ പണിക്ക് ശേഷം ആകെ കിട്ടുന്ന രൂപ എന്ന് പറയുന്നത് 15 രൂപ. അതുകൊണ്ടുപോയി എല്ലാ സാധനങ്ങളും മേടിച്ചു വരുന്ന അമ്മയുടെ മുഖം ഇന്ന് ഞാൻ ഓർക്കുന്നു. അതുകൂടാതെ വേറൊരു കാര്യം ഞാൻ ഓർക്കുന്നത് നമ്മളുടെ എല്ലാ അമ്മമാരും ചെയ്യുന്നതാണ്. ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്ത് കൂടി ഒഴുകുന്ന പുഴയിൽ കുളിക്കാൻ പോയി. ഞങ്ങൾ അന്നത്തെ കൂട്ടുകാർ ദീർഘനേരം കുശലങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു ഒരു പ്രധാന വിനോദം. അതുകൂടാതെ കൂട്ടുപുഴയിൽ അവിടെ 2 പുഴകൾ വന്നുകൂടുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ചാടി കുളിക്കുക എന്നതൊക്കെ ഞങ്ങളുടെ മറ്റ് കലാപരിപാടികളായിരുന്നു. കാരണം ഞങ്ങൾക്ക്
മറ്റുള്ള സൗകര്യങ്ങളില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. ആ സമയം ഒരു ദിവസം ഞാൻ വൈകി ഇരുട്ടാകുമ്പോൾ വീട്ടിലേക്ക് ഓടി വന്നു. സാധാരണ വീട്ടിലേക്ക് വരുന്നതിലും കൂടുതൽ സമയമായി. ഞാൻ ഓടി വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പിതാവ് ഒരു പുളിയുടെ നല്ല വടിയുമായി കാത്തിരിക്കുന്നു. വളരെ മൂകമായ അന്തരീക്ഷം. വളരെ കർക്കശക്കാരനായിരുന്ന എൻ്റെ പിതാവ് എന്നെ കണ്ടപാടെ ഓടിയിറങ്ങി വന്ന് ശക്തിയോടെ എന്നെ വട്ടമടിക്കാൻ തുടങ്ങി. അടികൊണ്ട് ഞാൻ വേദനയിൽ പുളഞ്ഞു. ആ സമയം അമ്മ കുറുകെ ചാടി അച്ഛനെ തടയാൻ ശ്രമിച്ചു. അവനെ തല്ലരുതേ എന്ന് പറഞ്ഞപേക്ഷിച്ചു. അങ്ങനെ അടി മുഴുവൻ അമ്മയാണ് കൊണ്ടത്. ആ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സ്വന്തം മകൻ തല്ലുകൊള്ളുന്നത്. ഇതാണ് നമ്മുടെ അമ്മമാർ പണ്ട് നമുക്ക് വേണ്ടി ചെയ്തിരുന്നത്, ഇപ്പോഴും നമുക്ക് വേണ്ടി ചെയ്യുന്നു. എന്നാൽ കാലം മാറി വരുന്നു. ഇന്ന് പലപ്പോഴും കേൾക്കുന്ന വാർത്തകളാണ് പലരും അമ്മയെ ഒരു അധികപ്പറ്റായി പലപ്പോഴും കാണുന്നു. സ്വന്തം വീടുകളിൽ നമ്മോടൊപ്പം അമ്മയെ പൊറിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അനാഥാലയങ്ങളിലും വൃത്തമന്ദിരത്തിലും കൊണ്ടാക്കാറുണ്ട്. അങ്ങനെ മക്കളെ കാണുവാൻ അമ്മമാർ കാത്തിരിക്കാറുണ്ട്. ഇത് ഒരു സാധാരണ സംഭവമല്ലെങ്കിലും, വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും, ഇത് സാഹചര്യങ്ങളും കാലങ്ങളും മാറിയതുകൊണ്ട് നാം ഇന്ന് കേൾക്കാറുള്ള വാർത്തകളാണ്. ഈ അവസരത്തിൽ ഞാൻ അമ്മയെക്കുറിച്ച് എഴുതിയ ഒരു കവിത പ്രദീപ് പള്ളൂരുത്തി സിനിമാ ഗായകനാണ്, പിന്നണി ഗായകനാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി ട്യൂണിട്ട് പാടിത്തന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ആ പാട്ട് നമുക്ക് കേൾക്കാം. അമ്മ എന്ന വാക്കിൽ ഞാൻ പരവശനായി, അമ്മ എന്ന സത്യം ഞാൻ ഓർക്കുന്നു. അമ്മ എന്ന വാക്കിൽ ഞാൻ പരവശനായി, അമ്മ എന്ന സത്യം ഞാൻ ഓർക്കുന്നു. മാറോടു ചേർത്തണച്ച് നെറുകയിൽ മുത്തമിട്ട അമ്മയെ ഇന്നു ഞാൻ സ്മരിക്കുന്നു. അമ്മയെ ഓർത്തു ഞാൻ നമിക്കുന്നു. അമ്മ എന്ന വാക്കിൽ ഞാൻ പരവശനായി. മക്കളെ സ്നേഹിച്ച് നമ്മെ വളർത്തിയ അമ്മ, ഓരോ അമ്മമാർക്കും ഇതുപോലൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങളുടെ അമ്മമാരെ നന്നായി സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ മൗലിക ധർമ്മമാണ്. ഇന്നത്തെ ഈ വിവരണത്തിലൂടെ ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് എല്ലാ അമ്മമാരുടെയും മുന്നിൽ ഞാൻ നമസ്കരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അമ്മ എന്ന വാക്കിൽ ഞാൻ പരവശനായി, അമ്മ എന്ന സത്യം ഞാൻ ഓർക്കുന്നു. മാറോടു ചേർത്തണച്ച് നെറുകയിൽ മുത്തമിട്ട അമ്മയെ ഇന്നു ഞാൻ സ്മരിക്കുന്നു. അമ്മയെ ഓർത്തു ഞാൻ നമിക്കുന്നു. അമ്മ എന്ന വാക്കിൽ ഞാൻ പരവശനായി.